ബഹുമാനിയെ തുടർഭരണവും ജനാധിപത്യവും എന്ന വിഷയത്തിൽ ഒരു 4 വർഷം മുമ്പ് പറഞ്ഞൊരഭിപ്രായം കേരളത്തിൽ വിപുലമായൊരു ചർച്ച എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു. അതിൽ കേരളത്തിൽ സ്ഥിരമായിട്ടുള്ള മുന്നണി ബന്ധങ്ങൾക്കകത്ത് നിന്നുകൊണ്ടാണ് ആ അഭിപ്രായത്തെ എല്ലാവരും പരിശോധിക്കാൻ ശ്രമിച്ചത്. കാരണം മറ്റേ മുന്നണിക്ക് വേണ്ടിയുള്ള ഒരു വാദമായിട്ടാണത് മനസ്സിലാക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ കോൺഗ്രസ് മുന്നണിയുടെ ഒരാളാണ്, കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് പിടിക്കുന്ന ഒരാളാണ് എന്ന് എന്നെ കുറ്റപ്പെടുത്തുകയാണ്. എനിക്കതിനകത്ത് അങ്ങനെ അപമാനമൊന്നും തോന്നുന്നില്ല. കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് പിടിക്കുന്നത് കുറ്റകൃത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന പോലെ തന്നെയാണ് കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് പിടിക്കുന്നത്. പക്ഷേ രസകരമായൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അന്ന് എന്നെ വിമർശിക്കാൻ വേണ്ടി രംഗത്ത് വന്നതിൽ 90% പേരും ഇന്ന് അപ്രത്യക്ഷരാണ്, സംസാരശേഷി നഷ്ടപ്പെട്ടവരാണ്. എന്താണ് അതിൻ്റെ കാരണം? അന്ന് സൂചിപ്പിച്ച തുടർഭരണത്തിൽ അതാര് ഭരിച്ചാലും, ഞാൻ ഭരിച്ചാലും, എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഭരിച്ചാലും, പിണറായി വിജയൻ ഭരിച്ചാലും, മോഡി ഭരിച്ചാലും, കാസ്ട്രോ ഭരിച്ചാലും, സ്റ്റാലിൻ ഭരിച്ചാലും അതിൽ ചില അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. അതെനിക്ക് മുൻപ് സംസാരിച്ച സുഹൃത്ത് ഇവിടെ ഒരു വളരെ കൃത്യമായൊരു കാര്യം സൂചിപ്പിച്ചു. നമ്മളിത്തരം ചർച്ചാ സമ്മേളനങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ് അവരുടെ ദൗത്യം? സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വസ്തുതാപരമായി മനുഷ്യർക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറയുക എന്നുള്ളതാണ്. എനിക്ക് വളരെ രസകരമായി തോന്നുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ തുടർഭരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ സമൂഹത്തിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച ഒരു നിഷ്കൃഷ്ടമായ ധാരണയിലല്ല തുടങ്ങുന്നതെങ്കിൽ നമ്മളേറെ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുന്നൊരു ഘട്ടത്തിലാണിത് പറയുന്നത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, ഡെമോക്രസിയെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഡെമോക്രസി ഒരു വാല്യൂ സിസ്റ്റമായിട്ടാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു ജീവിത ക്രമമായിട്ടാണോ മനസ്സിലാക്കുന്നത്? അതോ ഒരു ഭരണകൂട രൂപം എന്ന നിലക്ക് മാത്രമാണോ മനസ്സിലാക്കുന്നത്? അത് ബൂർഷ്വാസിയുടെ ഒരു ഒളിച്ചുകളിയായിട്ട് മാത്രമാണോ മനസ്സിലാക്കുന്നത്? ഇങ്ങനെ ഡെമോക്രസിയുടെ പല ഭാവങ്ങളുണ്ട്. ഇതിലേതാണ് നമ്മൾ ഡെമോക്രസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ആഗ്രഹിക്കുന്നൊരു കാര്യം, എനിക്ക് മുൻപ് സംസാരിച്ച സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചതിൻ്റെ തുടർച്ചയിലൊരു കാര്യം പറയാനാണ്. യഥാർത്ഥത്തിൽ 2 തരത്തിലുള്ള ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. കേരളീയ സമൂഹം എന്ന് പറയുന്ന നമ്മൾ ജീവിക്കുന്ന ലൈവ് കേരള എന്ന് പറയാവുന്ന ഒരു സമൂഹമുണ്ട്. അവിടെ നാനാജാതി മതസ്ഥരും സാമ്പത്തികമുള്ളവനും ഇല്ലാത്തവനും ചേരിയിൽ കിടക്കുന്നവനും കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ അടങ്ങുന്ന, അവർ പരസ്പരം സംസാരിക്കുന്ന ഒരു റിയൽ വേൾഡിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അവിടെ എല്ലാവരുമുണ്ട്. ആദിവാസികളുണ്ട്, ദളിതരുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്, ബ്രാഹ്മണരുണ്ട്, നായന്മാരുണ്ട്, ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളുമുണ്ട്. അവരൊക്കെ തമ്മിൽ ഏറിയും കുറഞ്ഞും ചില ഇൻറ്ററാക്ഷൻ നടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ റിയൽ വേൾഡ് എന്ന് പറയുന്നത്. അതിനകത്ത് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവാം, സെഗ്രിഗേഷൻ ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ട്. അതുള്ളപ്പോൾ തന്നെ നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരിടമായി, മലയാളം സംസാരിക്കുന്നവർ ജീവിക്കുന്നൊരു ഇടമാണ് കേരളം, റിയൽ കേരളം എന്ന് പറയുന്നൊരു കാര്യം. ബട്ട് ഒരു ഇമാജിൻഡ് കേരളം നമുക്കുള്ളിൽ ജീവിക്കുന്നു. ഒരു ഇമാജിൻഡ് കേരളം, ഭാവനാപരമായി നിർമ്മിക്കപ്പെട്ടൊരു കേരളം. ആ കേരളത്തിലാണ് ഈ പാലക്കാട് തെരുവിലൂടെ ഞാൻ പോകുമ്പോൾ എന്നെ മലയാളിയായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം,
ഞാൻ മലയാളം സംസാരിക്കുന്ന കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണോ എന്നത് മാത്രമാണ് ഈ തെരുവിലൊരു മനുഷ്യനോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു കാര്യം. പക്ഷേ ഇമാജിൻഡ് കേരളത്തിലേക്ക് വരുമ്പോൾ മാനദണ്ഡങ്ങൾ അപ്പാടെ മാറി മറിയുകയാണ്. ഹു ഈസ് എ കേരളൈറ്റ് എന്ന ചോദ്യത്തിന് ടിപ്പിക്കലായൊരു ഉത്തരം, റെഡിമെയ്ഡ് ഉത്തരം ഈ ഇമാജിൻഡ് കേരളത്തിലുണ്ട്. അതൊരു സവർണ പുരുഷനാണ്, സവർണ സ്ത്രീ പോലും അല്ല കേട്ടോ, സവർണ പുരുഷനാണ്, മധ്യവർഗ പുരുഷനാണ് മലയാളി എന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അത് സമ്മതിച്ചു കൊടുക്കുന്നു. അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇമാജിൻഡ് കേരളത്തിനകത്ത് ആദിവാസിയില്ല, പക്ഷേ റിയൽ കേരളത്തിൽ ആദിവാസി നമ്മൾ കാണുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്, അവരുടെ ദുരിതങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പലതരത്തിലുള്ള ഇൻറ്ററാക്ഷൻ നമ്മൾ ആദിവാസികളായിട്ട് നടത്തുന്നുണ്ട്. ബട്ട് നമ്മൾ ഹിസ്റ്റോറിക്കലി നിർമ്മിച്ചെടുത്ത ഇമാജിൻഡ് കേരളയിൽ ആദിവാസി എന്നത് ഒരു അപരിഷ്കൃത വിഭാഗമായി, നിശ്ചലമായി, പരിഷ്കാരങ്ങൾ ഏതുമില്ലാതെ തുടരുന്നു എന്ന ഒരു മുൻവിധി ഈ ഇമാജിൻഡ് കേരള നമ്മുടെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ചു. അതുകൊണ്ടാണ് ആദിവാസികൾക്ക് വേണ്ടി ഈ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഒരു പരസ്യമാണ്, അതിനകത്തൊരു ചിത്രം വരും. ആ ചിത്രത്തിൽ 100 വയസ്സ് കഴിഞ്ഞു എന്ന് തോന്നുന്ന ഒരു ആദിവാസി അമ്മൂമ്മയുടെ ചിത്രം, തൊലിയൊക്കെ ചുരുണ്ട് എഴുന്നേക്കാൻ മേലാതെ ഒരു വടിയൊക്കെ പിടിച്ച് കുത്തിയിരിക്കുന്ന ഒരാൾ. മുന്നിൽ 3 കുട്ടികളിൽ 2 കുട്ടികളാണ് ജനിച്ചിട്ട് കുളിച്ചിട്ടില്ല എന്ന് തോന്നുന്ന വിധം ചപ്ര തലമുടിയായിട്ട് മൂക്കളെയൊക്കെ ഒലിപ്പിച്ച് വളരെ വൃത്തിഹീനമായ 2 കുട്ടികൾ. ഇത് ഗവൺമെൻറ് പണം മുടക്കി ഇറക്കുന്ന പരസ്യമാണെന്ന് ഓർക്കണം. ഇപ്പോൾ എവിടെയുണ്ട് അത്തരം ആദിവാസി? റിയലി നമ്മൾ അന്വേഷിച്ചാൽ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ് അത്തരം ആദിവാസികളെ. ഇപ്പോൾ ആദിവാസികൾ സിനിമയിൽ അഭിനയിക്കുന്നവരും MBBS ജയിക്കുന്നവരും IAS ജയിക്കുന്നവരും MBAക്കാരും സിനിമയുടെ ബാക്ക്ഡോറിൽ പ്രവർത്തിക്കുന്നവരും എഴുത്തുകാരും കവികളും കലാകാരന്മാരും കൃഷിക്കാരും ഒക്കെയാണ്. പക്ഷേ ചിത്രത്തിൽ 1 നൂറ്റാണ്ടിന് മുമ്പുള്ള ആദിവാസി നിരന്തരം റിപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിലൂടെയാണ് ഇമാജിൻഡ് കേരള ആദിവാസിയെ പുറത്തു നിർത്തുന്നത്. നമ്മളുടെ ആരുടെയും വ്യക്തിപരമായ കുറ്റം, ഒരു ജാതിയുടെയും ഒരു വിഭാഗത്തിൻ്റെയും വ്യക്തിപരമായ കുറ്റമല്ല. നമ്മുടെ സമൂഹം നിർമ്മിക്കപ്പെടുന്ന 2 ഡയമെൻഷനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ റിയൽ കേരളയിൽ നാനാജാതി മതസ്ഥർക്കിടയിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. പക്ഷേ ഇമാജിൻഡ് കേരളയിൽ അങ്ങനെ ജീവിക്കാൻ നമുക്ക് അനുവാദമില്ല. അവിടെ ഒത്തിരി ആൾക്കാർ പുറത്തായവരോ ഒരു 19-ാം നൂറ്റാണ്ടിലെ ഇമാജിൻഡ് ഇമേജിൽ നിന്നും പുറത്ത് കിടക്കാത്തവരാണ്. ഇതുണ്ടാക്കുന്ന സോഷ്യൽ സ്റ്റാഗ്നൻസി ഉണ്ട്, ഒരു തടസ്സമുണ്ട്. ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ കേരളത്തെക്കുറിച്ചെന്നല്ല ഏത് സമൂഹത്തെക്കുറിച്ചും സംസാരിക്കാവൂ. എങ്കിൽ മാത്രമേ എനിക്ക് മുൻപ് സംസാരിച്ച സുഹൃത്ത് സൂചിപ്പിച്ച പോലെ ട്രാപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കാൻ പറ്റും. നമ്മളുടെ ഒരു ട്രാജഡി എന്തെന്ന് ചോദിച്ചാൽ ഇത് ഓവർലാപ്പ് ചെയ്ത് വരുമെന്നുള്ളതാണ്. നമ്മളീ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇമാജിൻഡ് കേരളയാണോ അതോ റിയൽ കേരളയാണോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഇത് ഓവർലാപ്പ് ചെയ്തു. അപ്പോൾ ചില ചോദ്യങ്ങൾ നോർമലായി നമുക്ക് തോന്നുകയും മറ്റ് ചില ചോദ്യങ്ങൾ അബ്നോർമലായി നമുക്ക് തോന്നുകയും, സെയിം ചോദ്യമായിരിക്കും, ഒരാൾ ചോദിക്കുന്നത് നോർമലും മറ്റൊരാൾ ചോദിക്കുന്നത് അബ്നോർമലുമാണെന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ പിന്നിൽ ഈ ഓവർലാപ്പിംഗ് ആണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ അതിൻ്റെ മൾട്ടി ഡയമെൻഷനിൽ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഈ ആധുനിക അനന്തരകാലത്ത് പ്രതീകാത്മക ലോകത്ത് വെർച്വൽ വേൾഡിൽ നമുക്ക് റിയാലിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. അല്ലാത്ത എല്ലാ സംഭാഷണവും നമ്മളെ ട്രാപ്പിൽ കൊണ്ടുപെടുത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പ്രാഥമികമായി ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ കേൾവിക്കാരായ നിങ്ങൾക്ക് അബ്നോർമലാണെന്ന് തോന്നാം. നോർമലല്ല, അത് അബ്നോർമൽ ചോദ്യങ്ങളാണ്. അങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ തോന്നുന്നതിന് പിന്നിൽ ഉണ്ടാകാവുന്ന ഒരു ട്രാപ്പാണ്
ഈ ഇമാജിൻഡ് കേരളയും റിയൽ കേരളയും ഈ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു സംഗതി. ഈ പ്രതീകാത്മകമായ ഒരു വേൾഡ്, ഒരു സിംബോളിക് വേൾഡ്, ഒരു വെർച്വൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതും നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടി എന്താണെന്ന് നമുക്കറിയാം. കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കറിയാം ഈ രാഷ്ട്രീയ പാർട്ടി എന്താണ്. ഒരു നാട്ടിൻപുറത്തെ വളരെ സാധാരണക്കാരനായ ഒട്ടും ഇൻഫ്ലുവൻഷ്യൽ അല്ലാത്ത ഒരാൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സമീപിച്ചാലും അവൻ്റെ കാര്യം നടന്നുകൊള്ളണമെന്നില്ല. അങ്ങനെ 10% ഒരു സാധ്യതയും. പക്ഷേ ഇൻഫ്ലുവൻഷ്യലായ ഒരാൾക്ക് എതിർ പാർട്ടിക്കാരനെ കൊണ്ട് പോലും കാര്യം സാധിക്കാനുള്ള സാധ്യത 90%. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പാലക്കാട് ഇപ്പോൾ പാർട്ടികൾ ഇതൊന്നും അല്ല, മറ്റ് ചില പാർട്ടികളെ നമ്മൾ കാണുന്നത്. പാർട്ടി എന്നത് മറ്റൊരു കാര്യമായിട്ടാണ് വെർച്വൽ വേൾഡ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പാർട്ടി എന്നത് വലിയ നയത്തിൻ്റെയും പരിപാടിയുടെയും വളരെ വലിയ വിപ്ലവത്തിൻ്റെയൊക്കെ ഹെറിറ്റേജുള്ള ഒരു സംഗതിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരിക. അപ്പം നമ്മൾ പാലക്കാട് ചർച്ച ചെയ്യുന്നത് റിയൽ പാർട്ടികളെ കുറിച്ചിട്ടല്ല, പൊളിറ്റിക്കൽ പാർട്ടികളെ കുറിച്ചിട്ടല്ല. ഈ മീഡിയ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള വെർച്വൽ ഇമേജറികൾക്കകത്താണ് നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വിലക്കയറ്റം ഒരു വിഷയമല്ലാഞ്ഞിട്ടും നമുക്കത് വിഷയമല്ലാതായിരിക്കും. ഇവിടെ ആരെങ്കിലും ചോദിച്ചു, നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? അവിടെ ചാക്കിൽ നോട്ട് കൊണ്ടുവന്നു, ബാഗിൽ കൊണ്ടുവന്നു. ഒരുത്തൻ BJPയിൽ നിന്ന് നേരെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വന്നു, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരുത്തൻ നേരെ കോൺഗ്രസ്സിലേക്ക് പോയി, കോൺഗ്രസ്സിൽ നിന്ന് ഒരുത്തൻ നേരെ BJPയിലേക്ക് പോയി. ഇതൊക്കെ ഇത്ര അത്ഭുതമാണോ? യഥാർത്ഥത്തിൽ ഞങ്ങൾ ജീവിക്കുന്ന വേൾഡിൽ ഞങ്ങൾ നേരിടുന്ന കുറേയേറെ പ്രശ്നം എന്തെങ്കിലും ചർച്ച ചെയ്തായിട്ട് നിങ്ങൾക്കറിയാമോ? എന്തെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചർച്ച ചെയ്തായിട്ട് റിയൽ ഒരു ഹ്യൂമൻ ബീയിങ്, കേരളത്തിൽ ജീവിക്കുന്നൊരു ഹ്യൂമൻ ബീയിങ് ഫേസ് ചെയ്യുന്ന, കേരളീയ സമൂഹത്തിൽ അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ദുരന്തപൂർണമായ സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ, അത് വയനാട്ടിലാവട്ടെ, ഇവിടെയാവട്ടെ, ചേലക്കരയിലാവട്ടെ, ചർച്ച ചെയ്തതായിട്ട് നമുക്കറിയില്ല. പിന്നെ ചർച്ച ചെയ്യുന്നത് നമ്മൾ പക്ഷേ രാഷ്ട്രീയ ചർച്ചയിലാണ്. എന്താ ഈ ചർച്ച ചെയ്യുന്നത്? അതാണ് ആ വെർച്വൽ വേൾഡിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരുന്ന ഒരു പാർട്ടിയിൽ നിന്ന് കാലുമാറി ഇങ്ങോട്ട് വരുമ്പോൾ അവന് വിശുദ്ധനായിട്ട് വരുന്ന പാർട്ടി അങ്ങ് പ്രഖ്യാപിക്കുക. ഇന്നലെ വരെ ആ പാർട്ടിയെ ചീത്ത വിളിച്ചവനാണ്. ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഇവൻ ദൈവതുല്യനായി ഇതേ അവതരിച്ചിരിക്കുന്നു എന്ന് തോന്നും. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ സ്ഥാനാർത്ഥി മാത്രമാണ്. നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. പ്രിയങ്ക ഗാന്ധി ഡൽഹിയിൽ നിന്ന് അവരുടെ ഔദാര്യം കൊണ്ട് ഇവിടെ വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അവർ വിമാനത്താവളത്തിൽ വരുമ്പം തന്നെ മാധ്യമപ്പട അവിടെ നിന്ന് അവർ ചിരിക്കുന്നത്, നടക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്, മൂക്ക് ചീറ്റുന്നത് എല്ലാം പിടിച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഒരു അത്ഭുത ജന്തു ഇറങ്ങിയതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്താണ് പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സഹോദരിമാരും തമ്മിലുള്ള വ്യത്യാസം? ഞാനൊരു വ്യത്യാസവും കാണുന്നു, ഒരു വ്യത്യാസവും കാണുന്നു. അവർ മോർ ഇൻ്റലിജൻ്റ് ആണെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് ഷീ ഹാസ് മോർ സോഷ്യോ കൾച്ചർ ക്യാപിറ്റൽ ദാൻ ദീസ് ലേഡീസ് ഇൻ ദിസ് ഹോൾ. അതാ കാര്യം. ഇവിടെയുള്ളവർക്ക് ഇല്ലാത്തൊരു കാര്യം അവരുടെ കയ്യിലുണ്ട്. അതാണ് സോഷ്യോ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം. നെഹ്റു കുടുംബത്തിൽ ജനിച്ച ആളാണ്, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണ്. അതിവിടെ ഇരിക്കുന്നവർക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ലേഡീസ്, നമ്മുടെ സഹോദരിമാർ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചാൽ മാക്സിമം DCC വരെ എത്തും. പക്ഷേ അവർ നേരിട്ട് AICCയിലേക്ക് ഇറങ്ങുന്നത്. ഇതാണ് തമ്മിലുള്ളൊരു വ്യത്യാസം. പക്ഷേ ഇതൊരു അബ്നോർമൽ ഇടപാടാണ് നമുക്ക് തോന്നുന്നില്ല. ഇവിടെ പക്ഷേ എന്നെ AICCയിലേക്ക് നേരിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താന്ന് നിങ്ങൾ വിചാരിക്കും. ഇതാണ് നമ്മളുടെ കൺസീവിങ്, നമ്മുടെ മനസ്സിലാക്കൽ തന്നെ നമ്മളെ അപകടപ്പെടുത്തുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഈ തുടർഭരണം കുഴപ്പമെന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവന് ഭ്രാന്താകുന്നത്. എന്തോ അപകടം മണക്കുന്നുണ്ടാണ്. ഇതിനകത്ത് അപകടമൊന്നുമില്ല. നോർമലി ഡെമോക്രസി എന്താണ്, ആ സിസ്റ്റം എന്താണ്, അതിൻ്റെ വാല്യൂ സിസ്റ്റം എന്താണ്, അത് ഹ്യൂമൻ ബീയിങ്ങിനെ എങ്ങനെയാണത് മോൾഡ് ചെയ്യുന്നത്, സ്വയം അത് മോൾഡ് ചെയ്യുന്നത് എങ്ങനെ, സ്വയം വികസിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ചരിത്രം എന്താണെന്നൊക്കെ അറിയാവുന്ന ഒരാൾക്ക് തുടർഭരണം എന്നത് ഒട്ടും മോശമായ കാര്യവുമല്ല. അതിൽ വളരെ വലിയ അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് മനസ്സിലാകാത്തതിൻ്റെ ഒരു കാര്യം, നമ്മൾ പൗരന്മാരല്ല എന്നതാണ്. ഇന്ത്യക്കാരുടെ വലിയൊരു പ്രശ്നം. നമ്മൾ വിചാരിക്കും നമ്മൾ പൗരന്മാരാണ്.
പക്ഷേ പൗരന്മാരുടെ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയുന്ന വിധം ഫ്രീ സെൽഫുള്ളവരല്ല നമ്മൾ. ഫ്രീ സെൽഫുള്ള ഒരാൾക്ക് മാത്രമേ പൗരത്വം എന്ന ഗുണം പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ത്യയിൽ ജനിച്ചവർ മുഴുവൻ പൗരന്മാരാണെങ്കിലും എല്ലാവർക്കും പൗരത്വം ഇല്ല. പൗരത്വം എന്ന് പറയുന്നൊരു പദവിയാണ്. ആ പദവിയിലേക്ക് എത്തണമെങ്കിൽ ഒരു സോഷ്യോ കൾച്ചറൽ ക്യാപിറ്റൽ ഉള്ള ഒരാൾക്ക് മാത്രമേ ആ പദവിയിലേക്ക് വരാൻ പറ്റുള്ളൂ. തത്വത്തിൽ ആദിവാസിയും നമ്മളും തുല്യാവകാശമുള്ള പൗരന്മാരാണ്. പക്ഷേ അവരുടെ സോഷ്യോ കൾച്ചറൽ ക്യാപിറ്റൽ കൊണ്ട് അവർക്കത് പ്രയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് പൗരത്വം എന്ന പദവിയിലേക്ക് അവർ വരില്ല. അവർ പ്രജകളുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുക. അവർ പൗരന്മാരായിട്ടല്ല, പ്രജകളുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഡെമോക്രസി നേരിടുന്നൊരു പ്രശ്നം, ഇന്ത്യൻ ഡെമോക്രസിയുടെ ഏതൊരു സമൂഹത്തിലെയും ഡെമോക്രസിയുടെ സംവാഹകർ, അത് നടപ്പിലാക്കുന്നവർ, അത് കൊണ്ടു നടക്കുന്നവർ പൗരസമൂഹമാണ്. പൗരസമൂഹത്തിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫ്രീ സെൽഫുള്ള മനുഷ്യരുടെ കൂട്ടെന്നാണ്. നമുക്ക് ഇന്ത്യക്കാരുടെ ഒരു വലിയ പ്രശ്നം നമുക്ക് ഫ്രീ സെൽഫ് ഇല്ല എന്നുള്ളതാണ്. ഫ്രീ സെൽഫ് ഇല്ലാത്തതിൻ്റെ കാരണം നമ്മളൊരു ഗ്രേഡഡ് ഇൻഇക്വാളിറ്റിയുടെ ഒരു സമൂഹത്തിനകത്താണ് നമ്മൾ ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്നത്. ഗ്രേഡഡ് ഇൻഇക്വാളിറ്റിയാണ്. കാസ്റ്റ് സിസ്റ്റമെന്നോ വർണ്ണ സിസ്റ്റമെന്നോ ഒക്കെ വിളിക്കുന്നത്. അപ്പോൾ കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അതേതോ ഈ കീഴ്ത്തട്ടിൻ്റെ ഏതോ പ്രശ്നമായിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്. കീഴ്ത്തട്ടിൻ്റെ പ്രശ്നമല്ലിത്, ഇന്ത്യയുടെ പ്രശ്നമാണ്. ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നമാണ്. ഈ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ട് ഇന്ത്യക്കുണ്ടായൊരു വലിയ അപകടം, നമുക്കൊരു ഇഗാലിറ്റേറിയൻ ഹ്യൂമൻ സങ്കല്പം വളർത്തിയെടുക്കാൻ പറ്റിയില്ല. ഒരു സമഭാവനയുള്ള മനുഷ്യ സങ്കല്പം ഇന്ത്യയുടെ പാരമ്പര്യത്തിലില്ല. ഒന്നുകിൽ എനിക്ക് മുകളിൽ അല്ലെങ്കിൽ എനിക്ക് താഴെ എന്നതല്ലാതെ ഞങ്ങൾ രണ്ടുപേരും തുല്യരാണ് എന്ന് വിചാരിക്കുന്ന ഒരു ഇഗാലിറ്റേറിയൻ ഹ്യൂമൻ സങ്കല്പം വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ വളർത്തിയെടുക്കാത്തത് കൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം ഒട്ടും ഫ്രീ ആൻഡ് ഫെയർ അല്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം ഒട്ടും ഫ്രീ ആൻഡ് ഫെയർ അല്ല. അത് ഫ്രീ ആൻഡ് ഫെയർ അല്ലാത്തത് കൊണ്ട് തന്നെ പൗരത്വം നമുക്ക് ആക്ടിവൈസ് ചെയ്യാൻ പറ്റില്ല. പൗരത്വം ആക്ടിവൈസ് ചെയ്യണമെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എനിക്ക് തുല്യരായ പൗരന്മാരാണെന്ന് എനിക്ക് ബോധമുണ്ടാവണം. പക്ഷേ എൻ്റെ ഈ കാസ്റ്റ് ഹൈറാർക്കിക്കകത്തുള്ള എൻ്റെ ജീവിതം സ്ത്രീകളെ കുറഞ്ഞ ആൾക്കാരായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സ്ത്രീകളെ തുല്യരായിട്ട് കാണാൻ പറ്റും. ആദിവാസിയെ എന്നേക്കാൾ കുറഞ്ഞ ആളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റും. കുറഞ്ഞ ആളായിട്ട് മാത്രമല്ല, ചിലർ ഞാൻ കൂടിയ ആളായിട്ട് കാണും. എല്ലാവരും ചെയ്യുന്ന കാര്യം അത്. കീഴ്ത്തട്ട് മാത്രം, എല്ലാ തട്ടും ഇതാണ് ചെയ്യുന്നത്. അവർക്ക് മുകളിൽ കുറേ പേരുണ്ടെന്ന് അവർ സങ്കല്പിച്ചെടുക്കുക, താഴെ കുറേ പേര് ഉണ്ടെന്ന് സങ്കല്പിച്ചെടുക്കുക. താഴെയുള്ളവർ ബുദ്ധി കൊണ്ടും വൈഭവം കൊണ്ടും ശേഷി കൊണ്ടും സൗന്ദര്യം കൊണ്ടും എന്നേക്കാൾ പുറകിലാണെന്ന് വെറുതെ കരുതി നടക്കുക. മുകളിലുള്ളവരെല്ലാം ഭയങ്കര ബുദ്ധിമാന്മാരാണെന്ന് വെറുതെ കരുതുക. ഇങ്ങനെ മുൻവിധികളുടെ വലിയൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഇഗാലിറ്റേറിയൻ സെൻസ് ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യൻ പൗരസമൂഹം വളരെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ കൊണ്ട് നടക്കുന്ന ഏജൻസിയും ഇന്ത്യക്കകത്ത് വളരെ ദുർബലമാണ്. അതിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ ഡെമോക്രസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടുത്തെ സ്ഥാപനങ്ങളുടെ എണ്ണം എടുത്ത് നമുക്ക് പരിശോധിക്കാവുന്ന കാര്യമല്ല. ഇത് കൊണ്ട് നടക്കുന്ന സോഷ്യൽ ഏജൻസി എത്രമാത്രം സ്ട്രെങ്തൻഡ് ആണ്, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. മൂല്യമൊക്കെ അവിടെ ഉണ്ടാവും, പക്ഷേ അത് കൊണ്ട് നടക്കാൻ പ്രാപ്തിയുള്ള ഒരു സമൂഹമായി നമ്മൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് നമ്മളുടെ പൊളിറ്റിക്കൽ ഫീൽഡ് ചെയ്തൊരു കാര്യം, ഈ കാസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ വാക്ക് എന്നാ ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാം, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു വാക്ക് എടുക്കുമ്പോൾ ആ വാക്കിൻ്റെ ഒരു എമർജൻസ്, അതിൻ്റെ ഒരു ജീനിയോളജി ഒന്ന് പരിശോധിച്ചാൽ, ഈ കാസ്റ്റ് പൊളിറ്റിക്സ് എന്നത് ഇന്ത്യയിൽ സർവ്വസാധാരണമായ ഒരു യൂസേജ് ആയത് 1980-കളിൽ. അതുണ്ടാവാനൊരു കാരണമുണ്ട്.
ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും കീഴ്ത്തട്ടെന്ന് വിചാരിക്കപ്പെടുന്ന വിഭാഗങ്ങൾ, ദളിതരോ പിന്നോക്കക്കാരോ ഒക്കെ ആയിട്ടുള്ള വിഭാഗങ്ങൾ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കടന്നു വന്ന ഘട്ടത്തിലാണ്. നമ്മുടെ യു പിയിൽ, ബീഹാറിൽ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ലാലു പ്രസാദ് യാദവ്, മുലായം സിംഗ് യാദവ് പോലെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾ അധികാരത്തിലേക്ക് വന്നപ്പോഴാണ് കാസ്റ്റ് പൊളിറ്റിക്സ് എന്നുള്ളൊരു വാക്ക് ദേശീയമായി ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി. അതിനു മുമ്പ് നമ്മൾ കാസ്റ്റ് പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യ അന്ന് വരെ ഭരിച്ചിരുന്നത്, യു പി അന്ന് വരെ ഭരിച്ചിരുന്നത് കാസ്റ്റ് ഹൈറാർക്കിയിലെ ഏറ്റവും മേൽത്തട്ടാണ്. കാസ്റ്റ് ഹൈറാർക്കിയിലെ ഏറ്റവും മേൽത്തട്ട് ഭരിക്കുമ്പോൾ അത് ജാതിയാണെന്ന് നമുക്ക് തോന്നാതിരിക്കുകയും കീഴ്ത്തട്ടിൽ നിന്നൊരു ഭരണാധികാരി ഉണ്ടാവുമ്പോൾ അത് ജാതിയാണെന്ന് തോന്നുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ പൗരത്വം പരാജയപ്പെടുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ പൗരത്വം അമ്പേ പരാജയപ്പെടുന്നൊരു സന്ദർഭമാണത്. കീഴ്ത്തട്ടിൽ നിന്ന് ഭരണാധികാരി ഉണ്ടാവുമ്പോൾ ഒരു മനോഭാവവും, മേൽത്തട്ടിൽ നിന്ന് ഭരണാധികാരി ഉണ്ടാകുമ്പോൾ സ്വാഭാവികം. ഇപ്പോൾ കേരളത്തിൽ അടുത്ത കാലത്ത് നടന്നൊരു ചർച്ചയാണ്. 56 കേരളം ഉണ്ടായതിനു ശേഷം ഈ പട്ടികജാതിക്കാരുടെ പ്രതിനിധികളില്ലാത്ത മന്ത്രിസഭയില്ലായിരുന്നു. അപ്പോൾ അതൊരു കോൺഗ്രസ് നേതാവ് അത് പറഞ്ഞു, ഞങ്ങളുടെ പ്രതിനിധിയില്ല, അവരുടെ പ്രതിനിധിയില്ല, മോശമായിപ്പോയി എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ അവർ ഈ ദളിതരെന്ന് പറഞ്ഞാൽ പല മതങ്ങളിലും ഗോത്രങ്ങളിലും ഒക്കെ കിടക്കുന്ന എല്ലാവരോടും കൂടി 80 ലക്ഷത്തോളം വരും അവർ. അപ്പോൾ അവരിൽ നിന്ന് ഒരാൾ പോലും ഇല്ല. അതിന് ഔദ്യോഗികമായി ഈ നമ്മുടെ ഭരിക്കുന്ന പാർട്ടി പെട്ടെന്ന് പറഞ്ഞൊരു ഉത്തരം, നിങ്ങൾ ജാതി രാഷ്ട്രീയം പറയരുത്, യു പിയിലെ പോലെ ജാതി രാഷ്ട്രീയം കേരളത്തിൽ കളിക്കാൻ നിങ്ങൾ വിചാരിക്കരുത്. എന്നാൽ കേരള മന്ത്രിസഭയിൽ കേരള ജനസംഖ്യയിലെ 10% അറൗണ്ട് 10% മാത്രം വരുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് 50% പ്രാതിനിധ്യം. ആർക്കും അത് അബ്നോർമലാണെന്ന് തോന്നുന്നില്ല. ഒരു പട്ടികക്കാരനെ ഒന്ന് മന്ത്രിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ ജാതിയാണെന്ന് തോന്നുന്ന നേതാവിന് എന്തുകൊണ്ടായിരിക്കും ഈ 50% അവർക്ക് മാത്രം പോയതെന്ന് ഒരിക്കൽ പോലും സംശയാലുമല്ല അയാൾ. അതിൻ്റെ കാരണം കാസ്റ്റ് ഹൈറാർക്കിയിലെ സാങ്ഷൻഡ് കമ്മ്യൂണിറ്റിയാണ് അവർ. കാസ്റ്റ് ഹൈറാർക്കി എന്ന് പറയുന്നത് വെറുതെ ഒരു മേൽക്കീഴ്ത്തട്ടല്ല, സാങ്ഷൻഡ് ആൻഡ് നോൺ സാങ്ഷൻഡ് കമ്മ്യൂണിറ്റീസാണ്. സാങ്ഷൻഡ് കമ്മ്യൂണിറ്റീസ് ഒത്തിരി വേണമെന്നൊന്നുമില്ല, എണ്ണം വേണമെന്നില്ല, അവർക്ക് കിട്ടും അധികാരം, അവർക്ക് റിസോഴ്സും കിട്ടും, പദവിയും കിട്ടും, ആദരവും കിട്ടും. പക്ഷേ സോഷ്യലി സാങ്ഷൻഡ് അല്ലാത്ത കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവർ ലക്ഷങ്ങളുണ്ടായാലും അവർക്ക് അധികാരവും കിട്ടത്തില്ല, അവർക്ക് റിസോഴ്സ് റൈറ്റും കിട്ടത്തില്ല, ഒരാദരവും കിട്ടത്തില്ല, ഇരിക്കുന്നിടത്തുനിന്ന് വേണം എഴുന്നേൽപ്പിച്ച് വിടുകയും ചെയ്യും. അതിൻ്റെ കാരണം ഈ മനുഷ്യരുടെ പെരുമാറ്റ ദൂഷ്യമല്ല, സോഷ്യലി സാങ്ഷൻഡ് വിഭാഗമല്ല എന്നുള്ള അതിൻ്റെ കാര്യം. ഇത് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകണമെങ്കിൽ ഇതിനെ തിരിച്ചൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്ക്. കേരള മന്ത്രിസഭയിൽ 11 പട്ടികജാതിക്കാരുണ്ടെങ്കിൽ കേരളം കത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. ഇതാ അതിൻ്റെ കാര്യം. നമ്മൾ സമ്മതിക്കല്ല, ഇവിടെ ഇരിക്കുന്ന പൗരന്മാരടക്കം സമ്മതിക്കരുത്, എനിക്ക് നല്ല ഉറപ്പുണ്ടാക്കരുത്. ഇതെന്ത് തരം പൗരബോധമാണ്? അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ പൗരബോധത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അഥവാ നമ്മുടെ പൗരബോധം വളരെ പരിമിതമാണ്. അത് ഫങ്ഷൻ ചെയ്യുമ്പോൾ ആ സിറ്റുവേഷൻ ആ പൗരനെ തന്നെ മെരുക്കിയെടുക്കുന്ന വിധമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കാവും ആണ് എൻ്റെ ആദ്യത്തെ ഒരു അഭ്യർത്ഥന. പൊളിറ്റിക്സിനകത്ത് ജാതിയല്ല പ്രവർത്തിക്കുന്നത്, അതിവിടെ പറയുന്നൊരു നുണയാണ്. അത് നമ്മുടെ ബുദ്ധിജീവികളും രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും മലയാളികളെ തെറ്റിദ്ധരിപ്പിച്ച, ഇന്ത്യക്കാരെ തെറ്റിദ്ധരിപ്പിച്ചൊരു കാര്യമാണ് ജാതി ഇടപെടുന്നത്. ജാതിയല്ല ഇടപെടുന്നത്. ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുള്ളത് നോട്ട് കാസ്റ്റ് ബട്ട് കാസ്റ്റ് ഹൈറാർക്കി. കാസ്റ്റ് ഹൈറാർക്കിയും കാസ്റ്റും രണ്ടും രണ്ടാണ്. കാസ്റ്റ് ഹൈറാർക്കിയാണ് ഇത് ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പാലക്കാട് നിന്നൊരു നമ്പൂരി ജയിക്കാൻ വേണ്ടിയിട്ട് 10 ലക്ഷം നമ്പൂരിമാരൊന്നും ഇവിടെ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അയാൾ ജയിക്കൂടെ പ്രബലമായൊരു പാർട്ടി എന്നാൽ. പക്ഷേ പട്ടികജാതിക്കാർ എണ്ണ കൂടുതലാണെങ്കിലും ഇവിടെ നിന്നാൽ ജയിക്കില്ല. ജയിക്കാൻ കാരണം സോഷ്യലി സാങ്ഷൻഡ് അല്ല. അവനോട് ആര് പറഞ്ഞ് നിൽക്കാനെന്നാണ് ചോദിക്കത്തുള്ളൂ.
അവനോട് ആര് പറഞ്ഞു വയ്ക്കാൻ? അപ്പോൾ ഈ കാസ്റ്റ് ഹൈറാർക്കിയെ നമ്മൾ അനുസരണശീലത്തോടെ എടുക്കുന്നതുകൊണ്ടാണ് അതിലൊരു അബ്നോർമാലിറ്റി നമുക്ക് തോന്നാത്തത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഡെമോക്രസി തുടക്കം മുതൽ ഇപ്പോൾ വരെ ഒരു ഓളിഗാർക്കിയായി തുടരുന്നു. ഒരു ചെറു ന്യൂനപക്ഷമാണ് ഇന്ത്യയെ ഭരിക്കുന്നത്. അത് അപ്പർ ലെയറിലുള്ള സമൂഹത്തിൻ്റെ എക്കണോമിക്കലി ആൻഡ് സോഷ്യലി അപ്പർ ലെയറിലുള്ള ഒരു മൈനോറിറ്റിയാണ് ഇന്ത്യയിലെ റിസോഴ്സസ് കൈവശം വെച്ചിരിക്കുന്നതും പവർ കൈവശം വെച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഓളിഗാർക്കി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുടുംബവാഴ്ച എന്നൊക്കെ പറയില്ലേ, കുടുംബവാഴ്ച. അപ്പോൾ 75 വയസ്സുള്ള കോൺഗ്രസ്സുകാരനും പറയുന്നത് പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം ഏറ്റെടുക്കണം. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പുള്ളി 75 കൊല്ലമായിട്ട് കോൺഗ്രസ്സാണ്. പക്ഷേ 10-30 വയസ്സുള്ള ആ പെങ്കൊച്ച് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് പുള്ളി കേരളം മുഴുവൻ പറഞ്ഞ് നടക്കുക. അവർ വന്നാലേ ശരിയാവുള്ളെന്നാണ് പറയുന്നത്. ഇത് ഈ ഓളിഗാർക്കിയുടെ ഒരു ആൾമാറാട്ടാണ്. അത് അവരെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള നമ്മളുടെ ഒരു സംഭവം. ഇത് കാസ്റ്റ് ഹൈറാർക്കിയാണ്. നിങ്ങൾക്കറിയാം, ബ്രാഹ്മണർ എന്തെങ്കിലും എത്തിക്കൽ കൊയേർഷൻ അവർക്കുണ്ടാവും, പക്ഷെ ഒരിക്കലും പ്രാക്ടിക്കലായ കൊയേർഷനിലല്ല അവർ ഈ അധികാരത്തെ നിലനിർത്തുന്നത്. അതൊരു ഡിവൈൻ സാങ്ഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരിക്കലും ബ്രാഹ്മണൻ നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി വന്ന് ഒരു പൂജയും ചെയ്യല. നമ്മൾ കാറെടുത്ത്, വാടകയ്ക്ക് കാറെടുത്ത് അല്ലെ സ്വന്തം കാറിൽ അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ സമയം നോക്കി അവനെ വിളിച്ച് വണ്ടിയെ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നാണ് നമ്മളിത് ചെയ്യുന്നത്, ഈ ആദരവ് കൊടുക്കുന്നത്. അതല്ലാതെ അവൻ പിടിച്ചു മേടിക്കുന്നതല്ല, നമ്മൾ കൊടുക്കാൻ തയ്യാറാണെന്ന്. അതാണ് നമ്മളുടെ ഈ കാസ്റ്റ് ഹൈറാർക്കിയുടെ ഒരു മെക്കാനിസം. മുകൾ തട്ടിന് ആദരവ് കൊടുക്കാനും കീഴ്ത്തട്ടിന് ചവിട്ടാനും പൗരന്മാരെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു മൂല്യ വ്യവസ്ഥയാണ് ഈ കാസ്റ്റ് ഹൈറാർക്കി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മുടെ പൊളിറ്റിക്സിനെയും വരിഞ്ഞു മുറുകിയിരിക്കുന്നത് എന്നതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളിലെ നേതൃത്വം, അത് മാവോയിസ്റ്റുകൾ മുതൽ RSS വരെ എടുത്താലും ഈ പറയുന്ന സെക്ഷനാണ്. ഈ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ജീവൻ ബലി അർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ നേതാവും ഈ സെക്ഷനിൽ നിന്ന് വരുന്ന ആളാണ്. ഇനി ഇന്ത്യ വളരെ വളരെ പണ്ടുള്ള വേദകാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് വിചാരിക്കുന്ന സംഘടനയുടെ നേതാവും ഇവർ തന്നെയായി. ഇങ്ങനെ ഓളിഗാർക്കി വളരെ ശക്തമായൊരു സമൂഹമാണ് നമ്മുടേത്. ഡെമോക്രസിയെക്കുറിച്ച് പറയുമ്പോൾ ഈ കാര്യവും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത്. ഞാനിനി വിഷയത്തിലേക്ക് കടക്കണം. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ തുടർ ഭരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഡെമോക്രസിയെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഡെമോക്രസിയെ ഒരു മോഡേണിറ്റിയുടെ കാലഘട്ടത്തിലെ ഒരു ഭരണകൂട രൂപമായിട്ടാണ് പൊതുവിൽ ഇടതുപക്ഷ രാഷ്ട്രീയ ചിന്തയിൽ അത് മെൻഷൻ ചെയ്യപ്പെടുന്നു. ബൂർഷ്വാസിയുടെ അധികാരത്തിൻ്റെ ഒരു മറയായിട്ടാണ് പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തെ അത് ആ ഘട്ടത്തിൽ ഡിഫൈൻ ചെയ്തു. എന്നാൽ മനുഷ്യവംശത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ അത് വളരെ പ്രധാനമാണ്. ആ മൂല്യങ്ങൾ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ മൂല്യം പല രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. ചരിത്രാതീത കാലം മുതൽ തന്നെ അത് പ്രവർത്തനക്ഷമമാകുന്നു. ഇപ്പോൾ ഈ ട്രൈബൽ ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോ ഗോത്രത്തിലും നടക്കുന്ന സംഭവങ്ങളിൽ ഇത്തരം മൂല്യങ്ങൾ പല രൂപത്തിൽ പ്രവർത്തിച്ചതായി നമുക്ക് കാണാൻ കഴിയും. പല രൂപത്തിൽ പ്രവർത്തിച്ചതായി ഒരാളെ ഒരു വ്യക്തിയെ കേവലമായി പുറത്താക്കാൻ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയും അനുവദിച്ചിട്ടില്ല, സമ്മതിക്കില്ലായിരുന്നു. അവൻ ചെയ്ത കുറ്റം വിചാരണ ചെയ്ത് അത് ബോധ്യപ്പെട്ടാൽ മാത്രമേ അയാളെ പുറത്താക്കാൻ പറ്റൂ. ഇത് ഡെമോക്രസിയുടെ ഒരു ലാഞ്ചനയാണ്. ഒരാൾ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അയാളെ പുറത്താക്കാനോ കൊല്ലാനോ സമൂഹത്തിന് അധികാരമില്ലെന്നുള്ള ബോധമുള്ള ആദിവാസി ഗോത്രങ്ങളുടെ വലിയൊരു നിര ലോകത്തെമ്പാടും. ആ ഗോത്ര ജീവിതത്തിൽ പോലും ഈ കാര്യങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട്. ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ പ്രതിഫലിക്കുന്നു. പക്ഷെ അത് സമൂർത്തമായൊരാശയമായി മാറുന്നത് ആധുനിക കാലഘട്ടത്തിലാണ്.
ആധുനിക കാലഘട്ടത്തിൽ ഈ ഡെമോക്രസി ഒരു സമൂർത്ത മൂല്യമായി മാറുമ്പോൾ ഈ രാജവാഴ്ചയുടെയും മെജോറിറ്റേറിയൻ റിലീജിയസ് വാഴ്ചയുടെയും ഒരു കാലഘട്ടത്തിൽ നിന്ന്, അതായത് കത്തോലിക്ക വാഴ്ചയുടെ കാലഘട്ടത്തിലും രാജവാഴ്ചയുടെയും കാലഘട്ടത്തിൽ നിന്നും യൂറോപ്പ് പുറത്ത് കടക്കുന്നൊരു ഘട്ടത്തിലാണ് ഡെമോക്രസി മൂർത്തമായൊരു രൂപം കൈവരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവർ വെറുതെ പുറത്ത് കിടക്കുകയായിരുന്നില്ല. വലിയ കലാപങ്ങൾ നടന്നിട്ടുണ്ടാവാം. ആ കലാപങ്ങളിലൂടെ അല്ല, അതിലൂടെ മാത്രമല്ല അവർ പുറത്ത് കിടന്നു. ഇപ്പോൾ രാജാവിൻ്റെ തല വെട്ടി മാറ്റുക, ഫ്രഞ്ച് വിപ്ലവം നടക്കുക, അങ്ങനെ പല വിധത്തിലുള്ള സോഷ്യൽ റിബലിയൻസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തിൻ്റെ കാഴ്ച, ഫ്യൂഡൽ കാലഘട്ടത്തിലെ കാഴ്ചയിൽ നിന്ന് ഭിന്നമായ മറ്റൊരു കാഴ്ച സാധ്യമാക്കിയ ശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ച അതിൻ്റെ പിന്നിൽ. ലോകം മറ്റൊന്നാണെന്ന് അവർക്ക് മനസ്സിലാവുക. നമ്മൾ ഇന്നലെ വരെ വിചാരിച്ചതല്ല ലോകം. നാവിഗേഷനിലൂടെ ലോകത്തെക്കുറിച്ചുള്ള അന്ന് വരെയുള്ള സങ്കല്പം മാറി മറിയുക. അതിന് കുഴപ്പങ്ങളുണ്ട്, കുഴപ്പങ്ങളില്ലെന്നല്ല ഞാൻ പറയും. പക്ഷേ ലോകം അന്ന് വരെ യൂറോപ്പ് മാത്രമാണെന്നോ ഏഷ്യ മാത്രമാണെന്നോ ഞങ്ങളുടെ കവിക്കാട് മാത്രമാണ് ലോകം എന്നൊക്കെ വിചാരിച്ച മനുഷ്യർ അങ്ങകലെ ദൂരങ്ങളിൽ വേറെ മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നൊരു ഘട്ടമാണ്. അപ്പോൾ നാവിഗേഷനിലൂടെ ഉണ്ടായ ജിയോഗ്രഫിക്കൽ ഭാവനയുടെ വലിയൊരു വളർച്ച, ശാസ്ത്രത്തിൻ്റെ വളരെ വലിയൊരു വളർച്ച, മെജോറിറ്റേറിയൻ റിലീജിയസ് റൂള് നിലനിന്ന കാലഘട്ടത്തിൽ തത്വചിന്തയുടെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ മേഖല ദൈവവും ആത്മാവും ഒക്കെ ആയിരുന്നുവെങ്കിൽ അതിൽ നിന്നും മനുഷ്യകേന്ദ്രീകൃതമായ തത്വചിന്തയിലേക്കുള്ള പരിവർത്തനം, മനുഷ്യൻ ആസ് എ ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ അവൻ്റെ ഏറ്റവും ക്രിയേറ്റീവ് വശമായിട്ടുള്ള അവൻ്റെ സർഗശേഷിയെ പുറത്തു കൊണ്ടുവരുന്ന വിധമുള്ള പുതിയ ആർട്ട് ഫോംസ്, ലിറ്റററി ഫോംസ്, ചെറുകഥ, നോവലൊക്കെ ആധുനിക കാലത്ത് മാത്രമുള്ള കാര്യമാണ്. അതിനുമുമ്പ് കഥകളുണ്ടാവാം, ഇതിഹാസങ്ങളുണ്ടാവാം, നാടകമുണ്ടാവാം. പക്ഷേ നോവൽ, ചെറുകഥകൾ എന്നൊക്കെ പറയുന്ന ആധുനിക കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ സമൂഹത്തിൻ്റെ വിവിധ മാർക്കറ്റ് നേരത്തെ ഇല്ലല്ലോ. അവിടെ മാർക്കറ്റ് ഉണ്ടാവുന്നു. ആർക്ക് വേണമെങ്കിലും വന്ന് സാധനങ്ങൾ വാങ്ങാവുന്ന ഒരു പൊതു ഇടമുണ്ടാവുന്നു. ആ പൊതു ഇടം വിജയിക്കണമെങ്കിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന മനുഷ്യരെ ആവശ്യമുണ്ടായിരുന്നു. ആ പഴയ കെട്ടുപാടുകളിൽ നിന്ന് മനുഷ്യൻ പുറത്തു വന്ന് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. ഈ സ്വതന്ത്ര സഞ്ചാരത്തിൻ്റെ ഭാഗമായി അവൻ സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വതന്ത്രമായി അഭിപ്രായം പറയുകയും സ്വതന്ത്രമായി സോഷ്യൽ ആക്ഷനിൽ ഏർപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ലോകം മാറിയതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ആദരിക്കുന്ന, എല്ലാവർക്കും അവകാശമുള്ള ഒരു സമൂഹമായി പരിവർത്തനപ്പെടേണ്ട ഒരു ഭൗതിക സാഹചര്യത്തിലാണ് ഡെമോക്രസി കോൺക്രീറ്റായ ഒരു ഭരണവ്യവസ്ഥയായി ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിനെ കോപ്പി ചെയ്താണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഡെമോക്രസിയുടെ സമൂർത്തമായ ആവിഷ്കാരം മനുഷ്യവംശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു യൂറോസെൻട്രിക്കായ വാദം ഞാൻ പറയുകയാണ്. അതിൻ്റെ കുഴപ്പങ്ങൾ അതിനുണ്ട്. ഉള്ളപ്പോഴും നമ്മുടെ ഇന്ത്യക്കകത്ത് ജനാധിപത്യം എന്ന് പറയുന്നൊരാശയം ഒട്ടും പരിചിതമായ ഒരു സമൂഹമല്ല നമ്മുടേത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളല്ല നമ്മളെ ഭരിച്ചിരുന്നത് എന്ന് കാണണം. മഹാത്മാഗാന്ധി അദ്ദേഹം വളരെ ഉദാരവാനായ ഒരു മനുഷ്യനായിരുന്നു, വളരെ വലിയ മനുഷ്യസ്നേഹിയായിരുന്നു. ഇതെല്ലാം ശരിയായിരിക്കെ ഹി വാസ് നോട്ട് എ ഡെമോക്രാറ്റ്. അദ്ദേഹം ഒരിക്കലും ജനാധിപത്യവാദിയായിരുന്നില്ല. അത് നമ്മൾ കാണാതിരുന്നു കൂടാ. AICCയോടൊന്നും ആലോചിച്ചിട്ടല്ല ഗാന്ധി തീരുമാനമെടുക്കുക. ഗാന്ധി അങ്ങ് തീരുമാനം എടുക്കുക. അപ്പോൾ ഗാന്ധി അത് പറയുന്നുണ്ട്, എനിക്കാരോടെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ വിളിയോട് മാത്രമാണ് എന്ന് ഗാന്ധി തുറന്നു പറയുന്ന കാര്യമാണ്. ആത്മാവിൻ്റെ വിളി ഉണ്ടായാൽ പിന്നെ AICC വിളിക്കാൻ പുള്ളിക്ക് സമയം കിട്ടത്തില്ല. ആ വിളി അങ്ങ് ഏറ്റെടുത്ത് കാര്യത്തിലേക്ക് കിടക്കുക. അപ്പോൾ അങ്ങനെ ഡെമോക്രസിയെ അല്ല ആഘോഷിക്കപ്പെട്ടത്, റോയൽ ഫാമിലീസ്. നെഹ്റുവിനെ ഓക്സ്ഫോർഡിൽ വിട്ട് പഠിപ്പിച്ചത് നെഹ്റുവിൻ്റെ അച്ഛൻ മോട്ടിലാലാണ്. മോട്ടിലാൽ കോടീശ്വരനായ അന്നത്തെ ഒരു ഇന്ത്യക്കാരനാണ്. അയാൾ മകനെ ഇംഗ്ലണ്ടിൽ വിട്ട് പഠിപ്പിച്ച് ഓക്സ്ഫോർഡിൽ ഡിഗ്രി എടുത്ത്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദാനം ചെയ്യുകയാണ്. വെറുതെ ദാനം ചെയ്തതല്ല, പ്രധാനമന്ത്രിയാകാൻ തന്നെയാണ് ദാനം ചെയ്തത്. അതാണ് എൻ്റെ ഒരു സംഭവം. അപ്പോൾ അങ്ങനെ നമ്മൾ കോൺഗ്രസ്സിനകത്ത്, ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ഈ പറഞ്ഞ ഡെമോക്രസിയുടെ വാല്യൂസ് വളരെ കുറവായി. മറിച്ച് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് ഡെമോക്രസിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവരും തുല്യരാണെന്നും എല്ലാവരും അവകാശം അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞത് സോഷ്യൽ റിഫർമേഷൻ മൂവ്മെൻറ്റുകളാണ്. ആ മൂവ്മെൻറ്റിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ ഇന്ത്യക്ക് ആവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കൂടി ഉൾക്കൊണ്ട ഒരു ഭരണഘടനയാണ് നമുക്കുണ്ടായി വന്നത്. ആ ഭരണഘടന അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഡോക്യുമെൻ്റായി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഭരണഘടനയ്ക്കകത്തു നിന്നാണ് നമ്മൾ പറയേണ്ടി വരും. സമൂഹത്തിനകത്തു നിന്ന് അല്ല നമ്മൾ പറയേണ്ടത്. അതുകൊണ്ടാണ് ഈ ഭരണഘടന കാര്യങ്ങൾക്കെല്ലാം തടസ്സമാണെന്ന് ഈ എലൈറ്റ് ക്ലാസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യത്തിന് തടസ്സം? അവൻ്റെ ഓളിഗാർക്കിക്കും അധികാര കേന്ദ്രീകരണത്തിനും ജാതി വാഴ്ചയ്ക്കും എതിരാണ് ഈ പറയുന്നത്. അപ്പോൾ അത് നിരന്തരമായി തിരുത്തപ്പെടേണ്ടതുണ്ടെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഈ ഡെമോക്രസിയുടെ പാരമ്പര്യം സൊസൈറ്റിക്ക് ഇല്ലാതിരിക്കുകയും പൊളിറ്റിക്കൽ സിസ്റ്റം ഡെമോക്രസിയുടെ പ്രിൻസിപ്പിളിൽ ആവിഷ്കരിക്കപ്പെടുകയും ചെയ്തതിലൂടെ ഡോക്ടർ BR അംബേദ്കർ പറയുന്നത് പോലെ ഒരു വൈരുദ്ധ്യത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. പൊളിറ്റിക്കലി വി ആർ ഈക്വൽ, ബട്ട് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി വി ആർ നോട്ട് ഈക്വൽ. അതാണ് ആ വൈരുദ്ധ്യം. അപ്പോൾ പൊളിറ്റിക്കലി ആൻഡ് സോഷ്യലി എക്കണോമിക്കലി ആൻഡ് സോഷ്യലി അൺഈക്വലായൊരു സമൂഹത്തിന് ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റില്ല. അത് സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ ഒരു സോഷ്യൽ ഡെമോക്രസി ഉണ്ടായി വരും. സാമൂഹിക ജനാധിപത്യം ഉണ്ടാവണം. സാമൂഹിക ജനാധിപത്യം എന്നാൽ നമ്മളുടെ സമൂഹത്തിലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ജനാധിപത്യത്തിൻ്റെ അർത്ഥം തേടേണ്ടത് ഇന്ത്യയിൽ പാർലമെൻറ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടൊന്നുമല്ല. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ, മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂല്യം പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും വി ആർ നോട്ട് അറ്റ് ഓൾ ഡെമോക്രാറ്റ്സ്. പുറത്ത് പോവുകയേ വേണ്ട, നമ്മുടെ വീട്ടിൽ മാത്രം അന്വേഷിച്ചാൽ മതി. നമ്മൾ നമ്മുടെ ഭാര്യയോട്, മക്കളോട്, അവർ നമ്മളോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്, അവർ വിനീത വിധേയരായിട്ട് നമ്മളോട് പെരുമാറുന്നതിൻ്റെ ലോജിക്ക് എന്നാണെന്ന് ആലോചിച്ചാൽ വി ആർ നോട്ട് എ ഡെമോക്രാറ്റ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇതര വിഭാഗങ്ങളോടുള്ള നമ്മുടെ ബന്ധമോ അതും ഒട്ടും ജനാധിപത്യപരമല്ല. ഇതര മതവിഭാഗങ്ങളോടുള്ള ബന്ധമോ അതും ജനാധിപത്യപരമല്ല. അപ്പം നമ്മുടെ സൊസൈറ്റി ഏതാണ്ട് ഒട്ടുമുക്കാലും ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളിനെ കൊണ്ട് നടക്കാതിരിക്കുകയും പിണറായി വിജയൻ മാത്രം ഡെമോക്രാറ്റ് ആയിക്കോളാം നമ്മൾ വാശി പിടിക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ പൗരത്വം അർത്ഥശൂന്യമായ ഒരു കാര്യമായി മാറും. മോഡി ഡെമോക്രാറ്റായിരിക്കണം നമുക്ക് നിർബന്ധം, പക്ഷേ നമ്മളല്ല, നമുക്കാകാനൊട്ട് താല്പര്യമില്ല. ഇതാ പ്രശ്നം. അപ്പം നമ്മളാകണം. നമ്മളുടെ മുകളിലാണ്, നമ്മുടെ ബോധ്യങ്ങൾക്ക് മുകളിൽ രാഷ്ട്രം കെട്ടിപ്പടുക്കുമ്പോഴാണ് ഭരണാധികാരി ഡെമോക്രസി പാലിക്കാൻ നിർബന്ധിക്കപ്പെടും. ഇത് ഇന്ത്യൻ ഡെമോക്രസി നേരിടുന്ന അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ചില പ്രത്യേകതകളെ അഴിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അത് ഇൻറ്റേർണലൈസ് ചെയ്ത സോഷ്യൽ പ്രിൻസിപ്പിൾ അത് കാസ്റ്റ് ഹൈറാർക്കിയുടേതാണെന്ന് നമുക്ക് മനസ്സിലാവണം. രണ്ട്, നമ്മുടെ സൊസൈറ്റൽ റിലേഷൻസ് ഒട്ടും ഡെമോക്രാറ്റിക് അല്ലാത്തത് കൊണ്ട് ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിന് ഇനിയും നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ കാര്യം. ഇത് മോഡിയെയും BJPക്കാരെയും CPMനെയും പിണറായി വിജയനെയും കരുണാകരനെയും കോൺഗ്രസ്സുകാരെയും അല്ലെങ്കിൽ VD സതീശനെയും കോൺഗ്രസ്സുകാരെയും ഒന്നും ചീത്ത വിളിച്ചാൽ പരിഹരിക്കാവുന്ന കാര്യമല്ലത്. അത് വേറൊരു ഏരിയയാണ്. അടിസ്ഥാനപരമായൊരു പ്രോബ്ലം ഇതാണ്. ഇവിടെയാണ് ഡെമോക്രസിയുടെ ഈ ഒരു സംഗതിയെ നമ്മൾ കാണും. ഡെമോക്രസി സ്വയം വളരുന്നൊരു കാര്യമാണെന്നുകൂടി നമ്മൾ കാണും. മറ്റേതൊരു ഭരണ സംവിധാനത്തെക്കാൾ വളരാൻ പ്രാപ്തിയുള്ള ഒരു സംഗതിയാണ് ഡെമോക്രസി. ഡെമോക്രസിയുടെ ചരിത്രം അത് പറയുന്നു. അതായത് ആദ്യം പ്ലേറ്റോ ഒക്കെ പറഞ്ഞ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമെന്നാണ് പുള്ളി പറഞ്ഞത്. പ്ലേറ്റോ ലോകം ആദരിക്കുന്ന തത്വചിന്തകനാണ്. പുള്ളി പറഞ്ഞ അടിമകൾക്കൊക്കെ ഭരണാധികാരത്തിൽ പങ്കാളിത്തം കൊടുത്തോളം വിഡ്ഢിത്തം വേറെ ഒന്നുമില്ലെന്നാണ് പുള്ളി പറയുന്നത്.
പുള്ളി പറയുന്നത് ഭരിക്കുന്നതിന് വേണ്ടി പ്രത്യേക മനുഷ്യരുണ്ട്, അവരൊക്കെ തന്നെ അത് കൊടുക്കണം. ഫിലോസഫർ കിങ് എന്ന വാക്കാണ് പ്ലേറ്റോ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തത്വചിന്തകനായ ഭരണാധികാരി, അയാൾ എല്ലാവരുടെയും കാര്യം നോക്കി നടത്തുന്ന ആളുകൾ. തത്വചിന്തകർ അത് ചെയ്യലെന്ന് പിൽക്കാല ചരിത്രം തെളിയിച്ചിട്ടുണ്ട്, അത് പോട്ടെ. അന്ന് പുള്ളി ഗ്രീക്ക് കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഫിലോസഫർ കിങ്ങിനാണ് ഭരിക്കാനുള്ള അവകാശമുള്ളത്, നന്നായി അവർ ഭരിക്കും. ഡെമോക്രസിയുടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നന്നായി എല്ലാവരുടെയും കാര്യം നോക്കി നടത്തുന്ന നല്ല ഒരു ഭരണാധികാരി ഉണ്ടായാൽ മതി എന്നതല്ല ഡെമോക്രസിയുടെ പ്രിൻസിപ്പിൾ. നിരന്തരം പരിഷ്കരിക്കപ്പെടുന്ന സമൂഹവും സ്റ്റേറ്റുമെന്ന ഒരു പ്രീ ടെക്സ്റ്റിലാണ് ഡെമോക്രസി ഫങ്ഷൻ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയായി എന്ന് ഡെമോക്രസി പ്രിൻസിപ്പിളി അത് വിശ്വസിക്കുന്നില്ല. മറിച്ച് ഇനിയും നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ടെന്ന് കരുതുകയും അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനെയാണ് പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് നമ്മൾ വിളിക്കേണ്ടത്. അതല്ലാതെ ഇതുകൊണ്ട് എല്ലാം പൂർത്തിയായി നമ്മുടെ കാര്യമെല്ലാം നോക്കുന്നത് ആളുണ്ടല്ലോ, പിന്നെ നമുക്കതിനെ വേറെ ഭരണാധികാരി എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ പ്രജകളായി പെട്ടെന്ന് പരിവർത്തനപ്പെട്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മൾ ഭാവനയുള്ള ഭരണാധികാരിയെപ്പോലെ തന്നെ ഭാവനയുള്ള ശേഷിയുള്ള മനുഷ്യരാണ്, ഈക്വൽ മനുഷ്യരാണെന്ന് നമുക്ക് തോന്നുമ്പോഴാണ് സമൂഹം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്, രാഷ്ട്രം ഇനിയും പരിഷ്കരിക്കപ്പെടാനുണ്ട് എന്ന്. ആദ്യഘട്ടത്തിൽ സ്ത്രീകളെ ഡെമോക്രസി ഉൾക്കൊണ്ടിരുന്നില്ല. 1919 മാത്രമാണ് സ്ത്രീകൾക്ക് ബ്രിട്ടനിൽ വോട്ടവകാശം കിട്ടിയത് നമ്മൾ ഓർക്കണം. ബ്രിട്ടനിൽ നേരത്തെ നമുക്കിവിടെ ഭരണാധികാരത്തിൽ പങ്കാളിയാകണമെങ്കിൽ സ്വത്ത് വേണമായിരുന്നു, സ്വത്തുള്ളവർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു. ആ സ്വത്തുള്ളവരുടെ വോട്ടവകാശത്തിൽ നിന്നും പ്രായപൂർത്തിയായ ഒരു വോട്ടവകാശത്തിലുള്ള പരിവർത്തനത്തിലൂടെ ഡെമോക്രസിയുടെ സ്പേസ് വർദ്ധിക്കുകയും ചെയ്യുന്നു, വലുതാകുകയും ചെയ്യുന്നു, ആ സ്ക്രീൻ വലുതാകുകയും ചെയ്യുന്നു. അതിനങ്ങനെ ഒരു സ്വയം വളരാനുള്ളൊരു ശേഷിയുണ്ട്. ഈ സ്വയം വളരാനുള്ള ശേഷിയെയാണ് തുടർ ഭരണമെന്ന് നമ്മൾ വിളിക്കുന്ന സംഗതി തടഞ്ഞു വെക്കുന്നു. ആണ് അതിൻ്റെ അപകടം. ഈ വളരുക എന്ന് പറഞ്ഞാൽ പുതിയ സോഷ്യോ പൊളിറ്റിക്കൽ ഏജൻസീസ് ഇടപെടുന്നു. ഞാൻ നേരത്തെ സ്ത്രീകളുടെ ഉദാഹരണം പറഞ്ഞു. സ്ത്രീകൾ ഇടപെടുന്നു, അവരെ സൊസൈറ്റി ഉൾക്കൊള്ളുന്നു, പൊളിറ്റിക്കലി നമ്മളവരെ ഉൾക്കൊള്ളും. സ്ത്രീകൾക്ക് ഈ പ്രത്യേകമായ നിയമനിർമ്മാണങ്ങൾ നടത്തി സ്ത്രീകളെ ഉൾക്കൊള്ളുന്നു ഇന്ത്യൻ സമൂഹം. അവർക്ക് ജനപ്രാതിനിധ്യ നിയമം തിരുത്തി അവർക്ക് പങ്കാളിത്തം ഉറപ്പ് ചെയ്യേണ്ടതുണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ഇത് നമ്മളുടെ ഡെമോക്രാറ്റിക് സെൻസിബിലിറ്റിയുടെ ഒരു വളർച്ചയായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് 10 അല്ലെ 20 കൊല്ലം മുമ്പ് അത് സ്റ്റാഗ്നൻ്റായി പോയിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ പുതിയ സോഷ്യൽ ഏജൻസി, സോഷ്യോ പൊളിറ്റിക്കൽ ഏജൻസിക്ക് പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക് കടന്നു വരാനുള്ള അവസരമാണ് ഈ തുടർ ഭരണമെന്ന് പറയുന്ന സംഗതി അടച്ചു കളയുന്നത്.